ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു പാർക്കിൽ വന്നിട്ടുള്ളത്. ഇത് അബുദാബിയിൽ ദിഫ ഷാബിയ പറഞ്ഞ സ്ഥലത്ത് മദീന സയ്യിദ് ഒയാസിസ് എന്നാണ് പാർക്കിൻ്റെ പേര്. ഇവിടെ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് പാർക്കിൻ്റെ പേരെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്, പക്ഷേ നല്ല വെളിച്ചമുണ്ട്. ഓക്കേ, ഇതാണ് പാർക്കിൻ്റെ എൻട്രി. അപ്പം നമ്മളിങ്ങനെ എൻട്രി ജസ്റ്റ് കയറി വരുമ്പം തന്നെ പാർക്കിൻ്റെ പേര് ഇവിടെ കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള പാർക്ക്, നല്ല അറ്റ്മോസ്ഫിയർ. വാവ്, സൂപ്പർ. അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. മദീനത്ത് സയ്യിദ് ഒയാസിസ്, അതാണ് പേര്. ഞാൻ വീഡിയോ എടുക്കുന്നു. ഒരു കാര്യം പറയട്ടെ, വീഡിയോ അമ്മ കാര്യം പറയട്ടെ. ഞാനും കുഞ്ഞില്ലെങ്കിൽ അച്ഛനും അമ്മക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പറയട്ടെ, ഇതാ ഇവിടെ കുഞ്ഞുങ്ങളുള്ളവരെ കേട്ടിക്കണ്ട. കുറേ ഫാമിലിയിലുണ്ട്, കുട്ടികളായിട്ട് കുട്ടികളായിട്ട് വരാൻ പറ്റിയ പാർക്കാണ്. ഇവർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മദീനത്ത് സയ്യിദ് ഒയാസിസ് പാർക്ക്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. എൻട്രിയിൽ തന്നെ രണ്ട് കൊക്കുണ്ട് വരുന്നേ. ഇത് നമ്മുടെ നാട്ടിലെ പൂമരല്ലേ? നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായി കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പൂവ്. കമണി നല്ല പാർക്കല്ലേ? സൂപ്പർ ഉണ്ട് കാണാൻ. ശരിക്കും പോകണ്ട, ഇലേ പോവാ, ഇലേ പോവാ. ഷൂ ഇട്ടാലും അവള് നടക്കൂല. സോക്സ് ഉണ്ട് കയ്യില്. ഈ പാർക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പൂളാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള പൂള്, ചുറ്റും നല്ല ബ്ലൂ LED ലൈറ്റിൽ സൂപ്പറുണ്ട് പൂള് കാണാൻ വേണ്ടിയിട്ട്. ചുറ്റും നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് വരുന്ന ഒരു പൂമരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂവില്ലേ, ആ പൂവാണ് ഇവിടെ ചുറ്റും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയ മരം പോലെയാവും, ഇവിടെ അങ്ങനെ ചെറിയ കുറ്റിച്ചെടി മാതിരി അതിൽ തന്നെ പൂ വരും. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് പൂക്കളും, പ്രത്യേകതരം ഭംഗി ഉള്ളൊരു പാർക്ക്. ഇത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എന്നാലും കുറേ ഫാമിലീസ് അങ്ങിങ്ങായിട്ടുണ്ട്, കളിക്കുന്നു ആക്കുന്നതെല്ലാം ഉണ്ട് പിള്ളേർ. വാവ്, ഈ പൂളിൻ്റെ നടുക്കായിട്ട് കണ്ട വെള്ളം പോകുന്നത്, നല്ല ഭംഗിയില്ലേ?
ഇച്ചു കളിച്ചോ? സ്ലൈഡ് കയറിക്കോ. ആര്? ഈ സാധനത്തിൽ ഇങ്ങനെ ക്ലൈം കയറിയിട്ട് അതാവൂല അല്ല എനിക്ക് അതല്ല കുഞ്ഞു കയറുന്നു. ഇതാ ഒരു പണിയുണ്ട് അപ്പണ കയറുന്നു. ഇതാ സ്ലൈഡിലേ കയറുന്നു. ഭയങ്കര സ്റ്റെപ്പ് അതപ്പണ് കയറി എങ്ങനെയല്ലോ. നിനക്ക് എങ്ങനെയാവോ കയറാൻ? എന്നാലും ഇത് ഭയങ്കര വലുതല്ലേ. അതായത് ഇവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന് കൊറേ ഇതുണ്ട്. ഇതിലേ കയറാൻ പറ്റും. അതെ അതിലേ കയറാൻ പറ്റുമല്ലോ. ഏണി മാതിരി ഉണ്ടല്ലോ. ഷൂട്ടല്ലോ. കയറിക്കോ. ആ വടിയിൽ തന്നെ. പക്ഷെ അതിലേ കയറിട്ടൊന്ന് കയറുവാൻ അങ്ങനെ സ്ലൈഡിലെത്തും. ആടെയുടെ സ്ലൈഡിലെത്താല്ല വഴി. ഇതൊരു മാതിരി പാത ഭയങ്കര കട്ടിയാണല്ലോ. വീണാലും താഴെ പുഴിയിലുണ്ടാവും, പഠിക്കണ്ട. വേനെടുക്കോ വീണാല്? ഹായ് കമണി. ഹായ്. നേരെ മുടിയെല്ലാം കെട്ടിയിട്ടുണ്ടല്ലോ. മുടി പെയ്യും. നീ ഇനി എങ്ങനെ ഇറങ്ങും? നമ്മിപ്പോ പോവും. നീ എങ്ങനെ ഇറങ്ങും? അതെന്തൊന്നും സാധനം? അതൊന്നുമില്ല. അടുത്ത സ്ലൈഡ് ഇല്ല. അതിങ്ങനെ ഇവര് കേറുമ്പോൾ കേറും താഴെ ഇറങ്ങിയിട്ട്. അതിറങ്ങാൻ കഴിയില്ല. അതാ നോക്ക്. ചെരുപ്പയ്ക്ക് ഷൂ അയക്ക്. പിടിച്ചിട്ട് അപ്പുറം ചോട്ടിക്ക. അതില് ഇച്ചുവിന്റെ സാഹസിക പ്രകടനം നമുക്ക് കാണാം. വീഴല്ലേ? കൊണ്ടോളെ തന്നെ നിങ്ങൾ പോയിക്കോ.